റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗ് റെസ്ലിംഗുമായിട്ടുള്ള ബന്ധം അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ബന്ധമാണെങ്കിൽ എൻ്റെ മൂത്ത മോനാണ്. നമ്മളെ പടം എങ്ങനെയുണ്ട്? പുള്ളിയാണോ? സൂപ്പർ പൊളിച്ചടുക്കി. അപ്പൊ ഇവര് പറഞ്ഞു ചെയ്തു. അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. സന്തോഷ് എൻ്റെ അടുത്ത് കണ്ടെന്ന് പറഞ്ഞത് ശരിയാകട്ടോ. സന്തോഷിൻ്റെ ഫാദറുമായിട്ടായിരുന്നു എനിക്ക് പരിചയം. പിന്നെ പുള്ളി ഇപ്പോഴത്തെ ശബ്ദം കേൾക്കാൻ പറഞ്ഞിട്ട് കുറച്ചാളായാലും വേറെ ആരോ അയ്യൊക്കെ വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നത്. അന്ന് പക്ഷെ ഞാൻ പരിപാടി കാണുമായിരുന്നു. പിന്നെ ഇപ്പം സിനിമ ഇങ്ങനെ വിജയമാണെന്നൊക്കെയാണ് പറയുന്നത്. സത്യമല്ലേ? നമ്മളെ പടം എങ്ങനെയുണ്ട്? പുള്ളിയാണോ? സൂപ്പർ പൊളിച്ചടുക്കി. അപ്പം അത്രേ ഉള്ളൂ. എല്ലാവർക്കും സന്തോഷം. ഇനിയും ഞാൻ ഈ അദ്വൈത് നമ്മൾ ഓരോ ഷോട്ട് കഴിയുമ്പോഴും ഇങ്ങനെ നോക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കുള്ളതാണോ അതോ വേറെ എന്തോ ആണോ എന്നല്ല. ഹി വാസ് സോ എൻതൂസിയാസ്റ്റിക്. നമ്മൾ വെച്ചിട്ട് ഒരു പടം ചെയ്യുമ്പോൾ അത്ര ഒരു കോൺഫിഡൻസും നമ്മൾ പിന്നെ ഒന്ന് ഞാൻ ആലോചിച്ചത്, നമ്മളിനിയിപ്പോൾ ഒരു വലിയ നടനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ മുമ്പിൽ പോയി ആകരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പറയുന്നത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. കയ്യിൽ നിന്നൊന്നും കൊണ്ടുപോയില്ല. അതിന് മാത്രമൊന്നും കിട്ടുന്നുമില്ല സിനിമയെന്ന്, അത് വേറെ കാര്യം. അപ്പോൾ ഇവർ പറഞ്ഞു ചെയ്തു. അത് എന്തായാലും നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ഉത്തരവാദിത്വമില്ല. ഇങ്ങനെയുണ്ട് ഈ പരിപാടി. താങ്ക് യു ഫോർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഈ റെസ്ലിംഗ് ആയിട്ട് വല്ല ബന്ധമുണ്ടോ? റെസ്ലിംഗുമായിട്ടുള്ള ബന്ധം അല്ല, അത് കാണാറുണ്ടായിരുന്നോ? അങ്ങനെ ബന്ധമാണെങ്കിൽ എൻ്റെ മൂത്ത മോനാണ്. അല്ല, ഈ വോൾട്ടർ എന്ന ക്യാരക്ടർ ചെയ്യാൻ യെസ് പറഞ്ഞ കാരണം എന്താ? ഞാൻ റെസ്ലിംഗ് ഒന്നും ചെയ്യുന്നില്ലല്ലോ. നമ്മള് വെറുതെ ഇങ്ങനെ പറഞ്ഞു വരുത്തുന്നല്ലേ ഉള്ളൂ പല കാര്യങ്ങളും. അടിക്കടാ, അതേ ഉള്ളൂ. അത് ഇയാളെ പഴയ അന്നത്തെ കാലത്ത് ഒരു ദാരിദ്ര്യ കാലത്തുള്ളൊരു ഫീലിങ്ങേ ഉള്ളൂ. ഇപ്പോൾ ഒരു വലിയ റെസ്ലിംഗ് ഇതൊക്കെ കിട്ടി വൻ പരിപാടിയല്ലേ. അത്രേ ഉള്ളൂ. പോരെ? ചോദ്യങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 2023 തുടക്കത്തിൽ ഓസ്ലർ, 2024 രേഖാചിത്രം, 2026 ചത്താപ്പച്ച. ഈ മമ്മൂക്കെ വെച്ച് ആ വർഷം തുടങ്ങിയ ആ ചിത്രം സൂപ്പർ ഡൂപ്പർ ഹിറ്റാണ് എന്ന് പറഞ്ഞത് ഇപ്പൊ ഒരു വിശ്വാസമായി മാറിയെന്ന് തോന്നുന്നോ? അത് മമ്മൂക്ക മനഃപൂർവ്വം പ്ലാൻ ചെയ്യുന്നതാണോ? നമുക്കൊരു ക്യാമിയോ ചെയ്തേക്കാം. നമ്മളില്ലെങ്കിൽ നമ്മുടെ പേര് മതി അത് ഹിറ്റ് ആവാൻ. അതിപ്പോ ഇങ്ങനെ പറഞ്ഞു വരുന്നത് നല്ലതാണ്. അടുത്ത വർഷം ഒരു ക്യാമിയോ ഫിക്സ് ചെയ്യാം അല്ലേ? ബാബു ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ക്യാമിയോ ആയിട്ട് വരുമ്പോ അതുപോലെ മമ്മൂക്കനെ ഈ കൊച്ചി മട്ടാഞ്ചേരി ഈ ഏരിയയിൽ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ അതിനൊരു കൾട്ട് ഫോളോവിങ് ഉണ്ട്. അപ്പം ആ ഏരിയ ആയിട്ട് മമ്മൂക്കയ്ക്ക് കൊച്ചി മട്ടാഞ്ചേരി എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മട്ടാഞ്ചേരിക്കാരി. പിന്നെ ഞാൻ പഠിച്ച കാലത്ത് എൻ്റെ കൂടുതൽ സുഹൃത്തുക്കളും മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചിക്കാരാണ്. പിന്നെ ഫോർട്ട് കൊച്ചി വൈപ്പിൻ ആ ഭാഗത്തൊക്കെ ഞാൻ ഒരുപാട് കാലം നാടകം കളിക്കുകയും ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഭാഷ അത്യാവശ്യം നല്ല പരിചയമാണ്. ഞങ്ങളുടെ ഒരു മട്ടാഞ്ചേരിക്കാരൻ അവിടെ ഉണ്ട്. നീ അത് 2 വാക്കൊന്നും പറയുന്നോ? പേടിയ ടെൻഷൻ അടിച്ച് ചാവരുത്. മമ്മൂക്ക പൊളിയാണ്. ലവ് യു എന്നൊക്കെ. ലവ് യു ടു. മതിയില്ലടാ ടു. ഒരേ കണ്ടന്റായോ? എന്നാ നമുക്ക് നിർത്താം. നമുക്ക് ഇനി 2026 തുടക്കം കുറിച്ചു. ചത്താപ്പച്ച ഹിറ്റായി. ഇനി വരാൻ പോകുന്ന ചിത്രങ്ങൾ കുറെ അധികം ഇങ്ങനെ നീണ്ട ഒരു ലിസ്റ്റാണ്. അതിൽ പേട്രിയറ്റ് ഞങ്ങൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതിൽ ഇഷാനും എവിടെ? ഇതിന്റെ പുറകെ എവിടെയോ ഭയങ്കര ബിസി ആക്ടറല്ലേ, കുറെ പടത്തിലായിപ്പോ. അല്ലേ, സെറീനും ഉണ്ട്. അപ്പം അതിന്റെ ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാം ഈ സിനിമകളിലൊക്കെ? എങ്ങനത്തെ മമ്മൂക്കയാണ് ഇനി വരാൻ പോകുന്നത്? വോൾട്ടറിനെ കണ്ടു, ഏത് മുഖമായിരിക്കും? കുറേ മുഖം.
എന്തും ചെയ്യും. എന്തും ചെയ്യും. അന്തം വിട്ടാൽ എന്തും ചെയ്യും. എന്തായാലും നമ്മുടെ വോൾട്ടറിനെ ഈ ഒരു ചിത്രത്തിൽ കിട്ടിയത്, അത് മമ്മൂക്ക ആ കഥാപാത്രം അഭിനയിക്കാൻ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. നല്ലൊരു കൈ കൊടുക്കാം to the entire team of Chatta Pachala. റോസമ്മേ, അവസാനം വല്ല വാക്ക് പറയാനോ? നീ ആണല്ലോ ഇന്നത്തെ താരം. ലാസ്റ്റ് ഒന്നും നോക്കണ്ട ചത്താ പച്ച. പിന്നെ മറ്റൊരു ഡയലോഗ് ഉണ്ടല്ലോ, വോൾട്ടറിന്റെ പിന്നാലെ അതാരും പറയും. ആ പറഞ്ഞോ, ആരൊക്കെ പറയാം, പറഞ്ഞോ.